Hi friends, welcome back to the channel. ഞാൻ few days മുമ്പ് Groww Appലൂടെ എങ്ങനെയാണ് സ്റ്റോക്സ് ബൈയും സെല്ലും ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു. പിന്നെ ഇൻട്രാഡേ പൊസിഷനും ഡെലിവറി പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോപ്പ് ലോസ് ഓർഡറിനെ പറ്റിയാണ്. ഞാൻ എന്താണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് ആദ്യം പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബൈ ആണ് ചെയ്തെങ്കിൽ നമ്മുടെ പൊസിഷൻ്റെ ലോസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ജനറലായിട്ടൊരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ആദ്യം ബൈ ആണ് ചെയ്തെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എപ്പോഴും മാർക്കറ്റ് പ്രൈസിനേലും താഴത്തായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസ് ഓർഡറിൻ്റെ ട്രിഗർ പ്രൈസ് ഇല്ലേ, ആ ട്രിഗർ പ്രൈസ് എപ്പോഴും മാർക്കറ്റ് പ്രൈസിനേലും താഴെ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്റ്റോക്ക് 100 രൂപയ്ക്കാണ് നമ്മൾ പെർച്ചേസ് ചെയ്തതെന്ന് വിചാരിക്കുക. നമ്മുടെ മാക്സിമം ലോസ് വരേണ്ടത് 10 രൂപയാണെന്ന് വിചാരിക്കുക. മാർക്കറ്റ് റേറ്റ് എപ്പോഴാണോ 90 രൂപ വരുന്നത് അപ്പോൾ വേണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എക്സിക്യൂട്ട് ആവാൻ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടേണ്ടത് നമ്മൾ 90 രൂപയിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടേണ്ടത്. നമ്മൾ നോർമൽ ഒരു സെൽ ഓർഡർ 90 രൂപയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് റേറ്റ് 90 രൂപയുടെ മേലിലാണെങ്കിൽ ആ മേളിലുള്ള ആ മാർക്കറ്റ് റേറ്റിൻ്റെ പ്രൈസിൽ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയി പോകും അല്ലേ. നമ്മളെപ്പോഴും മാർക്കറ്റ് റേറ്റിൻ്റെ താഴെ വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ട്രിഗർ റേറ്റാണ് അല്ലേ. നമ്മൾ ട്രിഗർ റേറ്റ് വേണം നമ്മൾ 90 രൂപയായിട്ട് ഇടാൻ അല്ലേ. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ട്രിഗർ റേറ്റ് 90 രൂപയായിട്ട് തന്നെ ഇടണം. പ്രൈസ് നമുക്ക് സെയിം ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ 90 രൂപയുടെ താഴെയാണെങ്കിൽ നമുക്ക് പ്രൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 90 രൂപ വരുമ്പോഴത്തേക്കും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 90 രൂപയിൽ എക്സിക്യൂട്ട് ആവും. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിന്ന് ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് ഗ്രോ ആപ്പിൻ്റെ ആപ്ലിക്കേഷനും പിന്നെ സെറോദ വഴി എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്നാണ്. പിന്നെ നമുക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ആദ്യം തന്നെ നമ്മുടെ ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹോം പേജിലായിരിക്കും എത്തുന്നത്. നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഹോൾഡിങ്സിൽ പോവാം. ഇപ്പോൾ എനിക്ക് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പർച്ചേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബൈ ഡെലിവറി മാർക്കറ്റ് ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ പർച്ചേസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ബൈ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഡാഷ്ബോർഡിലാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറഗുലർ ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സെക്ഷൻ വരും. സ്റ്റോപ്പ് ലോസ് ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞൊരു ഇത് വരും. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രിഗർ പ്രൈസ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ട്രിഗർ പ്രൈസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എപ്പോഴാണോ സെല് ചെയ്യണത് ആ റേറ്റ് അതിൽ ഇട്ട് വെക്കുക. നമ്മൾ ബൈ ആണ് ചെയ്തെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറിൻ്റെ ട്രിഗർ പ്രൈസ് എപ്പോഴും മാർക്കറ്റ് റേറ്റിനേലും താഴത്തായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടുന്ന 10 രൂപയിലാണ്. നമുക്കിവിടെ പ്രൈസ് മാറ്റി വേണമെങ്കിൽ ലിമിറ്റ് കൊടുക്കാം. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ മാർക്കറ്റ് തന്നെ ഇട്ടിട്ട് സ്റ്റോപ്പ് ലോസ് ട്രിഗർ 10 കൊടുക്കാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ സെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓർഡർ പ്ലേസ്ഡ് വരും. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഡാഷ്ബോർഡിൽ ഏറ്റവും മുകളിൽ നോക്കിയാൽ കാണാം ഓപ്പൺ ഓർഡേഴ്സ്. അപ്പോൾ ഇത് നടന്നിട്ടില്ല. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റോപ്പ് ലോസ് ട്രിഗർ പെൻഡിങ് അറ്റ് 10 rupees. സോ ഇങ്ങനെയാണ് ഒരു സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. ഇനി മാർക്കറ്റ് എപ്പോഴാണോ 10 രൂപ വരുന്നത് അപ്പോഴേ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇനി സെറോദയിൽ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ നേരെ പോർട്ട്ഫോളിയോയിലേക്ക് പോവുക. എനിക്കിപ്പോൾ ഓൾറെഡി ഒരു പൊസിഷൻ ഉണ്ട്. നമുക്ക് പൊസിഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു പൊസിഷൻ എടുക്കുക. ആൻഡ് നമ്മൾ പോർട്ട്ഫോളിയോയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു പൊസിഷൻ ഉണ്ട് എനിക്ക്. ഞാനിത് ഷോർട്ട് ചെയ്തേക്കുന്നതാണ്. ഇനിയിപ്പോൾ ഷോർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ നമ്മൾ ബൈ ഓർഡറിന് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാൻ. അപ്പോൾ ഇവിടെ ബൈ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നോർമലി എക്സിറ്റ് എന്നാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ എക്സിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാർക്കറ്റ് നമുക്ക് ഓർഡേഴ്സ് വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഓർഡർ ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ഉണ്ട്. ഞാൻ നോർമലി സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡേഴ്സാണ് ഞാൻ പ്ലേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ട്രിഗർ പ്രൈസ് വരും. ട്രിഗർ പ്രൈസ് ഞാൻ 10 രൂപ എന്നാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ
ഞാനിത് ഷോർട്ട് ചെയ്തത് 3 രൂപയ്ക്കാണ് ഞാൻ ഷോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ലോസ് വരുന്നത് 3 രൂപയിൽ മേലെ പോകുമ്പോഴാണ് എനിക്ക് ലോസ് വരുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ പ്രൈസ് എപ്പോഴും ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിനേലും കൂടുതലായിരിക്കണം. അപ്പോൾ ഞാൻ 10 രൂപയാണ് ട്രിഗർ പ്രൈസ് കൊടുക്കുന്നത്. ഞാനിവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഓർഡർ പ്ലേസ് ആവും. ഇനിയിപ്പോൾ നമ്മുടെ ഓർഡർ വിൻഡോസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സിൻ്റെ അവിടെ സെക്ഷനിൽ നോക്കി കാണാം. ട്രിഗർ പെൻഡിങ്ങിലാണ് എൻ്റെ ഓർഡർ ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇപ്പോൾ വളരെയധികം സിമ്പിളായല്ലേ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചല്ലോ ഈ വീഡിയോ കണ്ട്. ഇനി നിങ്ങളൊരു കാര്യം കൂടി ചെയ്താൽ മതി, എൻ്റെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കീപ് വാച്ചിങ് അവർ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.